പ്രോബബിലിറ്റി തിയറിയുടെ 8ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് നോക്കുന്നത്, ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദെയർ ഡിസ്ട്രിബ്യൂഷൻസ്. ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ x1, x2, എക്സെട്ര x എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡും ആയിട്ടുള്ള വേരിയേറ്റ്സ് ആണ്. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് f(x) ആണെങ്കിൽ നമ്മൾ ഈ x1, x2, എക്സെട്ര x എന്ന് പറയുന്ന വേരിയേറ്റ്സിനെ അസെൻഡിങ് ഓർഡറിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ x1 ലെസ് ദാൻ x2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ xn ഇങ്ങനെ കിട്ടുമ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ്. XR എന്ന് പറയുന്നത് ആർത്ത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ആർത്ത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് x1 എന്ന് പറയുന്നത് എന്താണ്, ദ സ്മോളസ്റ്റ് ഓഫ് ദീസ് x1, x2, എക്സെട്ര xn ആണ്. x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞ വേരിയേറ്റ്സിൽ ഏറ്റവും സ്മോളസ്റ്റ് ആണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ x1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. x1 എന്ന് ഉദ്ദേശിച്ച് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x1 ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ദ സ്മോളസ്റ്റ് ഓഫ് x1, x2, എക്സെട്ര xn. അതിനെയാണ് x1 എന്ന് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്മോളസ്റ്റ്, അതായത് x1, x2, എക്സെട്ര xnലെ സെക്കൻഡ് സ്മോളസ്റ്റ് വൺ ആയിരിക്കും x2 എന്ന് പറയുന്നത്, ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x2. ഇനി ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് xn എന്ന് പറയുന്നത് is the largest of x1, x2, എക്സെട്ര xn ആയിരിക്കും. അതായത് x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞ വേരിയേറ്റ്സിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂവിനെയാണ് ലാർജസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് xn എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അസെൻഡിങ് ഓർഡറിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നമ്മുടെ വേരിയേറ്റ്സിൻ്റെ വാല്യൂസ് x1ൻ്റെ വാല്യൂ 2.3 ആണ്, x2ൻ്റെ വാല്യൂ 4.5 ആണ്, x3യുടെ വാല്യൂ -1.2 ആണ്, x4ൻ്റെ വാല്യൂ 2.2 ആണ്, x5ൻ്റെ വാല്യൂ 4.3 ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ആക്കി മാറ്റി, മീൻസ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് ആയി എഴുതുമ്പോൾ ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ മാഗ്നിറ്റ്യൂഡ് ഉള്ളത്, അതായതാണ് -1.2 വരുന്നതാണ്. അപ്പോൾ -1.2 ആണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി x2 എന്ന് പറയുന്നത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് സ്മോളസ്റ്റ് വൺ. അപ്പോൾ ഏത് വരും? 2.2 വരും. ഇനി ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x3 എന്ന് പറയുന്നത് 2.3 വരും. ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x4 എന്ന് പറയുന്നത് 4.3 വരും. ആൻഡ് ലാർജസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x5 എന്ന് പറയുന്നത് 4.5 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതുന്നത്. നമ്മുടെ x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് തന്നെ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും PDF ഒക്കെ ഉണ്ടാവും. സോ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സാമ്പിൾ മാക്സിമത്തിൻ്റെ xnൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ മാക്സിമം
Suppose x1, x2, etc. xn are IID, so that IID ആയതുകൊണ്ട് തന്നെ CDF of f of x1, CDF of x1 equal to f of x2 of x equal to x3 of x is equal to etc. xn of x. Identically distributed ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം CDF സെയിം ആയിരിക്കും. ഇനി ലാർജസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് x1, x2, etc. xn ആണ്. x1, x2, etc. xnൻ്റെ മാക്സിമം വാല്യൂ. ആ വേരിയബിൾസിൽ ഏറ്റവും മാക്സിമം വരുന്നത് അതാണ് xn എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് എൻ ഓഫ് എക്സ് ആണ്. എക്സ്എന്നിൻ്റെ CDFനെ FN of x എന്ന് ഡിനോട്ട് ചെയ്യാം. സാധാരണ CDFൻ്റെ ഇക്വേഷൻ എന്താ? പ്രോബിലിറ്റി ഓഫ് f of x ആണ് പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇവിടെ നമുക്ക് xn ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് ഡിനോട്ട് ചെയ്യും. അതിനർത്ഥം എന്താണ്? പ്രോബിലിറ്റി ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് xn എന്ന് പറയുന്നത് മാക്സിമം ഓഫ് x1, x2, etc. xn ആണ്. സോ പ്രോബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, x2 less than or equal to x, x3 less than or equal to x, etc. xn less than or equal to x. Probability മാറ്റി എഴുതുമ്പോൾ probability of xn less than or equal to x into probability of x2 less than or equal to x into probability of x3 less than or equal to x into പ്രോബിലിറ്റി ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയും. ഇനി പ്രോബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ x1, x2, etc. xn എന്ന് പറഞ്ഞ വേരിയബിൾസിൻ്റെ PDF അല്ലേ? അതായത് x1, x2, etc. xn എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ റാൻഡം വേരിയബിൾസിൻ്റെ p ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്നല്ല ഡിനോട്ട് ചെയ്യുക. അതായത് f ഓഫ് x1 ഓഫ് x. ഇനി പ്രോബിലിറ്റി ഓഫ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയുന്നത് എഫ് ഓഫ് x2 ഓഫ് x. ഇതെല്ലാം ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എഫ് ഓഫ് x1 ഓഫ് x വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈക്വേഷൻ എന്താവും? ഇറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് x1 ഓഫ് x ഇൻറ്റു ശരിക്കും എന്താണ് വരിക? എഫ് ഓഫ് x2 ഓഫ് x ഇൻറ്റു എക്സെട്ര എഫ് ഓഫ് xn ഓഫ് x വരെ വരും. ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? എഫ് ഓഫ് x1 ഓഫ് എക്സിൻ്റെ ഓൾ റേസ് ടു n എന്ന് എഴുതാം. സോ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് xnൻ്റെ CDF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ FN ഓഫ് x എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അത് എഫ് ഓഫ് x1 ഓഫ് എക്സിൻ്റെ CDFൻ്റെ ഓൾ റേസ് ടു n ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് the sample മിനിമവും കാണാം. സാമ്പിൾ മിനിമം എന്ന് പറയുമ്പോൾ എന്താണ്? x1 അല്ലെ, എന്താ ഒപ്റ്റൈൻ
the distribution of sample minimum അല്ലെങ്കിൽ smallest order statistics. x1 smallest order statistics നമ്മൾ ഡിനോട്ട് ചെയ്യുക x1 എന്ന് പറയുന്നത് മിനിമം ഓഫ് x1 x2 എക്സെട്ര xn. അപ്പോൾ അതിൻ്റെ CDF ഡിനോട്ട് ചെയ്യുന്ന f ഓഫ് x1 ഓഫ് x. Probability of x1 less than or equal to x നേരും, which is equal to probability of x1 less than or equal to x നമുക്ക് 1 minus probability of x1 greater than x എന്ന് എഴുതാം. 1 minus probability of x1 greater than x. 1 minus probability of x1 greater than x. അപ്പോൾ x1 എന്ന് പറയുന്നത് മിനിമം ഓഫ് x1 x2 എക്സെട്ര xn ആയതുകൊണ്ട് തന്നെ പ്രോബിലിറ്റി ഓഫ് ഇതെങ്ങനെ മാറ്റി എഴുതാം? പ്രോബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ x, x2 ഗ്രേറ്റർ ദാൻ x എക്സെട്ര xn ഗ്രേറ്റർ ദാൻ x എന്ന് എഴുതാം. ഇനി അത് മാറ്റി പ്രോബിലിറ്റി മാറ്റി എഴുതുമ്പോൾ 1 മൈനസ് probability of x1 greater than x into probability of x2 greater than x into etc. probability of xn greater than x. One minus probability of x1 greater than x നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് f of x1 of x എന്ന് പറയുന്നത് എന്താ? probability of x1 less than x ആണ്. ഓക്കെ, അല്ലെങ്കിൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ x ആണ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ എക്സിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് എഫ് ഓഫ് x1 ഓഫ് x എന്ന് എഴുതാം. ഓക്കെ, fx1 ഓഫ് x എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ x ആണ്. അതെന്ന് പറയുന്നത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ x ആണ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ x ആണ് ആവശ്യം. അതെന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് x1 ഓഫ് x ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ എക്സിന് പകരം 1 മൈനസ് എഫ് ഓഫ് x1 ഓഫ് x എന്ന് കൊടുക്കാം. ഇൻറ്റു അതേപോലെ പ്രോബിലിറ്റി ഓഫ് x2 ഗ്രേറ്റർ ദാൻ എക്സിന് എന്ത് ചെയ്തും? 1 മൈനസ് എഫ് ഓഫ് x2 ഓഫ് x എഴുതാം. എക്സെട്ര 1 മൈനസ് എഫ് ഓഫ് xn ഓഫ് x എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ x1 x2 എക്സെട്ര xn IID ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് x1 fx1 fx2 fxn ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് 1 മൈനസ് fx1 1 മൈനസ് fx1 എക്സെട്ര 1 മൈനസ് fx1 എഴുതും. അങ്ങനെ n ടേംസ് ഉണ്ടല്ലോ. സോ 1 മൈനസ് fx1 ഓഫ് x ഇൻ all raised to n. ഈ 1 മൈനസ് കോമൺ ആണ്. 1 മൈനസ് fx1 ഓഫ് x all raised to n എന്ന് വരും. സോ ഇതാണ് എന്താ സ്മോളസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ CDF എന്ന് പറയുന്നത് 1 മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു n എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും ലെറ്റ് x1 x2 എക്സെട്ര xn be IID യൂണിഫോം 0 1 ആണെന്ന് വിചാരിക്കാം.
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും nth ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും CDF എങ്ങനെ എഴുതാൻ നോക്കാം. യൂണിഫോം 01 എന്ന് പറയുമ്പോൾ യൂണിഫോം 01ൻ്റെ CDF എഫ് ഓഫ് എക്സ് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ ആണ്. അതായത് യൂണിഫോം AB ആണെങ്കിൽ CDF കാണേണ്ട ഇക്വേഷൻ ഇതാണ്, എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ. അപ്പോൾ ഇവിടെ യൂണിഫോം 01 ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് മൈനസ് 0 ഡിവൈഡ് ബൈ 1 മൈനസ് 0, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അപ്പം നമുക്കിവിടെ വേണ്ടത് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് F(x1 of x) ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിന് ഇക്വേഷൻ എന്താ, ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എത്താന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് ഒരു ഇക്വേഷനിൽ എത്തിയിട്ടുണ്ട്. 1 മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു n is equal to 1 minus x all raised to n. Okay, so f of x1ൻ്റെ ഇക്വേഷൻ യൂണിഫോം 01. ഇനി എഫ് ഓഫ് എക്സ് എന്നിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എഫ് ഓഫ് എക്സിൻ്റെ ഓൾ റേസ് ടു n അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വരുന്നു. എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു n, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, അപ്പോൾ എക്സ് റേസ് ടു n എന്ന് പറയും. അതായിരിക്കും യൂണിഫോം 01ൻ്റെ nth ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ CDF എന്ന് പറയുന്നത്. nth ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ CDF കാണുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നിന്ന് PDF കാണാൻ നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ PDF കാണാൻ വേണ്ടി എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എക്സ് എന്നിൻ്റെ PDF ആണ് കാണേണ്ടതെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. എക്സ് റേസ് ടു എന്നിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ n എക്സ് റേസ് ടു n-1 എന്നുള്ള ഫോമിലേക്ക് വരും. ജസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ x1ൻ്റെ ആണെങ്കിലും ഈ കിട്ടിയിരിക്കുന്ന CDFന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ PDF എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന PDF വേറെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ യൂണിഫോം 01 ആണ് നമ്മുടെ x1 x2 എക്സെട്ര xn ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് xnന് കിട്ടിയിരിക്കുന്ന PDF n x റേസ് ടു n-1 ആണ്. ഇത് ശരിക്കും ബീറ്റ ഡിസ്ട്രിബ്യൂഷനാണ്, ബീറ്റ n1 എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ xn ഫോളോ ചെയ്യുന്നത് ബീറ്റ n1 ആണ്. അതുപോലെ തന്നെ x1 എഫ് ഓഫ് x1 എന്ന് പറയുന്നത് n ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു n-1 എന്നാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് x1 ഫോളോ ചെയ്യുന്നത് ബീറ്റ 1n ആയിരിക്കും. അങ്ങനെ അത് ഫോളോ ചെയ്യുന്നത് വേറെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, ചിലപ്പോൾ സെയിം ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സും ഫോളോ ചെയ്യാം. അതുപോലെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ്റെയും CDF കാണാൻ എഫ് ഓഫ് എക്സ് കാണാൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ജസ്റ്റ് ഈ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു എന്നും എഫ് ഓഫ് x1 എന്ന് പറയുന്നത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക് x1ൻ്റെത് 1 മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു n. ഈ രണ്ട് ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും nth ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡയറക്റ്റ് കിട്ടും. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ PDF കിട്ടും. ഓക്കെ.